നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്മകൾ മാത്രം ഉണ്ടാവട്ടെ നേരുന്നു. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ്. നിങ്ങളുടെയും ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത്. ഡിവൈനോട് ടാരോ എനർജിയിലൂടെ ചോദിക്കാൻ പോകുന്നത്. അപ്പം ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് ഫോഴ്സ്ഫുള്ളി ഇത് നിങ്ങളിലേക്ക് വലിച്ചെടുപ്പിക്കരുത്. നിങ്ങളുടെ റിലേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്തത് നിങ്ങൾ വിട്ടേക്കുക. പേഴ്സണലായിട്ടൊരു റീഡിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിനൊരു വ്യക്തത വരികയും അതുവഴി ഒരു ഗൈഡൻസ് ലഭിക്കുകയും ചെയ്യുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു റീഡറെ സമീപിക്കാവുന്നതാണ്. അതേപോലെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഞാൻ മന്ത്ലി 3 റീഡിങ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. അത് യൂട്യൂബിലാണ് ക്യാഷ് അടച്ച് മുന്നോട്ട് പോകേണ്ടത്. അപ്പം അത് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടി 2 കാർഡ് റീഡിംഗ് ആണ് ഞാനത് ചെയ്തു കൊടുക്കുന്നത്. മന്ത്ലി 3 ടൈം. അപ്പോൾ അത് വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് വാട്സപ്പ് നമ്പർ യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ എൻ്റെ ചാനൽ റീഡിംഗ് ഇഷ്ടപ്പെടുന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം. നമുക്ക് കാർഡ്സ് എടുക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്? ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിക്കുക. എയ്സ് ഓഫ് സോൾസ് ആണ്. മെൻ്റൽ ക്ലാരിറ്റി അല്ലെങ്കിൽ മെൻ്റൽ എനർജി, ഒരു പുതിയ ആശയം മനസ്സിനകത്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്, മുന്നോട്ട് പോകാനുള്ള ഒരു വ്യക്തത വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എയ്സ് ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത്. സോൾസ് എന്ന് പറയുമ്പോൾ എയർ എലമെൻ്റാണ്, ബുദ്ധിയെ സൂചിപ്പിക്കുന്നു. 5 ഓഫ് കപ്സ്. അപ്പം അവരെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുന്ന അവരുടെ തടസ്സമായിട്ട് എനിക്ക് കിട്ടുന്നത് അവർക്ക് അവരുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയമാണ് ഇപ്പോൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ വ്യക്തിയിൽ നിന്നും വേറിട്ട് പോകുമോ, അങ്ങനെയുള്ളൊരു ദുഃഖത്തിലാണ്. തൻ്റെ വ്യക്തി തന്നിൽ നിന്ന് അകന്നു പോയി നിൽക്കുന്ന ഒരു എനർജിയാണ്. അതിൽ ഒരു നഷ്ടബോധത്തോടു കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ദ മജീഷ്യൻ, മാന്ത്രികൻ. അപ്പം ഈ ഒരു എനർജി നിങ്ങളുടെ വ്യക്തിക്ക് വരുമ്പോൾ നിങ്ങളെ ഈ റിലേഷൻഷിപ്പ് റീഡിങ്ങിനകത്താണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ നിങ്ങളെ തീവ്രമായിട്ട് ആകർഷിക്കുന്നുണ്ട്, അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അവരിലേക്ക് വേണം അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ്റെ ഒരു കാർഡും കൂടിയാണ് ഈ ഒരു കാർഡെന്ന് പറയുമ്പോൾ. അപ്പം ഈ ഒരു നഷ്ടം എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തത അവർക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇവരുടെ ഈ ഒരു മജീഷ്യൻ കാർഡ് വന്നതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ, മജീഷ്യൻ എന്ന് പറഞ്ഞാൽ മാന്ത്രികനും കൂടിയാണല്ലോ. അപ്പം പങ്കാളിയിൽ നിന്നും എന്തെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കുക, അവരെ ചീറ്റ് ചെയ്യുക, നിലനിൽപ്പിന് വേണ്ടി എന്ത് കൺകെട്ടും കാണിക്കുക, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചില പ്രവർത്തികൾ അവർ നിങ്ങളോട് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് അകന്നു പോയത് എന്നുള്ളതാണ് ഈ ഒരു മജീഷ്യൻ കാർഡ് സൂചിപ്പിക്കുന്നത്. പക്ഷേ അവരിപ്പോൾ നിങ്ങളെ തീവ്രമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളെ വേണം. അവർക്കൊരിക്കലും നിങ്ങളെ കളഞ്ഞിട്ടുള്ള ഒരു ഇതില്ല. കാരണം അത്രമാത്രം അവർ നിങ്ങൾ മാറി നിന്നപ്പോഴത്തേക്കും അവർ ഒരുപാടത് ഒരു വല്ലാത്തൊരവസ്ഥയിലോട്ട് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ തീവ്രമായിട്ട് അവരിലോട്ട് ആകർഷിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അവർക്ക് ഇപ്പോൾ ഒരു പ്രണയം, തീവ്രമായിട്ടുള്ള ഒരു ഊർജം നിങ്ങളിലോട്ട് വരുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഒരു കറണ്ട് എനർജി ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത്. കിങ് ഓഫ് സോൾസ് അവരുടെ ഒരു എനർജിയാണ് എനിക്കിപ്പോൾ വരുന്നത്. അപ്പം അവർക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. കിങ് ഓഫ് സോൾസ് എന്ന എനർജി എന്ന് പറയുമ്പം
വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പം മുൻതൂക്കം നൽകുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ. അങ്ങനെ നിന്നിട്ടുണ്ടാവാം, പക്ഷേ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ലവ് ചെയ്യുന്നു, നിങ്ങളുടെ കാര്യത്തിന് മാത്രം പ്രസക്തി നൽകി വളരെ ഹാർഡായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. കാരണം ബാലിശമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങളിപ്പോൾ പ്രസക്തി നൽകുന്നില്ല, അവരെ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, തെല്ലും ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ ഈ ഒരു കിങ് ഓഫ് സോൾസ് പറയാം. ആ ഒരു കാർഡിൻ്റെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കരിയറിലായിരിക്കാം നിങ്ങളിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതെ, ഇതിന് ഇങ്ങനെ നിങ്ങൾ പുറമേ നിന്നിരുന്നാലും പക്ഷേ നിങ്ങളുടെ ഒരു എനർജി, ഈ ഒരു റിലേഷൻ നിങ്ങളെ മനസ്സിൽ ഒരുപാട് വേദനകൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇതൊന്നും പുറമേ പ്രകടിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ പുറമേ പ്രകടിപ്പിച്ചിരുന്നിട്ടുണ്ടാവാം, പക്ഷേ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് തിരിച്ചടിയായിരിക്കാം കിട്ടിയത്. ഇപ്പോൾ പക്ഷേ നിങ്ങളുടെ ഒരു എനർജി, ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ക്യാരക്ടറും ഇങ്ങനെ ആയിരിക്കാം. അങ്ങനെയുള്ള ചിലരുടെ ഒരു എനർജി എന്ന് വെച്ചാൽ ക്ലീൻ ഇമേജാണ്. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം ദുഃഖങ്ങൾ തുറന്നു കാട്ടാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് പറയുന്നത്. അപ്പം എന്ത് വന്നാലും ഹൈഡ് ചെയ്ത് വെക്കും നിങ്ങൾ, ഉള്ളിൽ ഒതുക്കും നിങ്ങൾ, എന്നിട്ട് പുറമേ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യും നിങ്ങൾ. എല്ലാവരുടെയും മുമ്പിൽ നല്ലൊരു ഗുഡ് ബിഹേവിയർ ആയിട്ട് നിങ്ങൾ നിൽക്കുകയാണ്, ക്ലീൻ ഇമേജാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ മനസ്സിനകത്ത് എന്താണ്, ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ട്, അത് പൊട്ടിത്തെറിച്ച് നിങ്ങൾ നിന്നിരുന്നാലും നിങ്ങളൊരു ക്ലീൻ ഇമേജ് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. പുറമേ അത് തുറന്ന് കാട്ടുന്നില്ല, നിങ്ങളുടെ ദുഃഖം നിങ്ങളെ ഉള്ളിൽ ഒതുക്കുന്ന വ്യക്തിയാണ്. അപ്പം അങ്ങനെ നിന്ന് ഇപ്പോൾ മറ്റുള്ള കാര്യത്തെക്കാട്ടി നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാനായിട്ട് പഠിച്ചു, മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിന് മുൻതൂക്കം നൽകുക എന്നുള്ളൊരു രീതിയിൽ. ദുഃഖമുണ്ട്, സ്നേഹവും ഉണ്ട്, പക്ഷേ അതൊന്നും പുറമേ കാണിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണ് നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. യെസ്, ഈ റിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സോൾമേറ്റ് കണക്ഷൻ എന്നോ ഒരു ഡിവൈൻ കണക്ഷൻ എന്നോ ഒക്കെ പറയാം നിങ്ങളുടെ എനർജി. പക്ഷേ ഉള്ളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തീവ്രമായിട്ട് നിങ്ങൾക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റത്തില്ല. ഒരുപാട് പെയിൻ രണ്ടുപേരും അനുഭവിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു റിലേഷൻ ആണെങ്കിലും നിങ്ങളുടെ ഒരു മനസ്സിലാണെങ്കിൽ നിങ്ങൾ ഉള്ളിൽ ഒതുക്കുന്നു, അവരും അതേപോലെ തന്നെ ഒരു ഉള്ളിലൊതുക്കി അത് ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. പക്ഷെ നിങ്ങളെ തീവ്രമായിട്ട് അവർ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, ആകർഷിക്കും, നിങ്ങൾ അവരിലോട്ട് ആകർഷിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വന്നതുപോലെ അവർക്കിപ്പോൾ നിങ്ങളെ വേണം. ഒരിക്കലും അവർക്ക് നിങ്ങളെ മിസ് ചെയ്ത് കളഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്കില്ല. നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അവരുടെ ജീവിതത്തിലില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, പേജ് ഓഫ് ഫാൻസ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഒരു എന്താ പറയുക, ഒരുപാട് പ്രശ്നങ്ങൾ ഈ ജീവിതം കൊണ്ട് തരണം ചെയ്ത് എന്താ പറയുക വിജയിച്ച് നിൽക്കുന്നവർ തന്നെയാണ്. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി രണ്ടുപേർക്കും കോൺഫിഡൻ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ എന്നെ അവർ ഉപേക്ഷിച്ച് കളയില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം അത് നിങ്ങളിലുമുണ്ട് അവരിലുമുണ്ട്. കാരണം ഇത്രയൊക്കെ മാറിയിരുന്നാലും അവർക്കറിയാം അവരെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയില്ല, അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നും. അപ്പം നിങ്ങൾക്കും ഉറച്ചൊരു വിശ്വാസമുണ്ട്, നിങ്ങളെ ഉപേക്ഷിച്ച് അവർക്കും ജീവിക്കാൻ കഴിയില്ല. എവിടെ പോയിരുന്നാലും ഏത് സിറ്റുവേഷനിൽ നിന്നിരുന്നാലും അവർക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് കളയാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് രണ്ടു പേർക്കും ഉണ്ട് എന്ന് തന്നെയാണ്. അതാണ് നിങ്ങളുടെ വിജയവും. ഓക്കെ, അതാണ് നിങ്ങളുടെ വിജയവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു തടസ്സം വന്നത് എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ടെൻ ഓഫ് പെൻഡിക്കിൾസ് വന്നതുകൊണ്ട് തന്നെ ഫാമിലിയാണ് ഇതിനകത്ത് തടസ്സം നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് കാണുന്നത്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഫാമിലിയിലുള്ള ആൾക്കാരായിരിക്കാം, അവരായിരിക്കാം ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
ഇവരുമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട്, ക്ലാരിറ്റി പ്രശ്നം, തെറ്റിദ്ധാരണ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്രശ്നങ്ങളും കൊണ്ടായിരിക്കാം. ബ്ലോക്കേജായിട്ട് 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു റിലേഷനകത്ത് ഇത്രയും ഒരു അകൽച്ചയും പ്രശ്നങ്ങളും വന്നത് എന്ന് ചോദിക്കുമ്പോൾ 10 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഫാമിലിയുടെ ഒരു കാർഡാണ്. ഫാമിലിക്കകത്ത് നിന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഇത് വന്നേക്കുന്നത്, അകൽച്ച, നിങ്ങൾ തമ്മിലൊരു പൊരുത്തക്കേട് വന്നേക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിനകത്ത് പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തത വന്നിട്ടുണ്ട്. അവരുടെ കറണ്ട് സിറ്റുവേഷൻ തന്നെ ഏസ് ഓഫ് സോൾസ് ആയതുകൊണ്ട് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്, കാര്യങ്ങൾക്ക് വ്യക്തത വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അവർ ഭയക്കുന്നതും അവർ നിങ്ങളെ തീവ്രമായിട്ട് അവരിലോട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതും അട്രാക്റ്റ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. നിങ്ങളും ചിലപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ പരസ്പരം മല്ലിട്ടും പോരടിച്ചും നിങ്ങൾ മടുത്തിട്ടുണ്ടാവാം. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന അവരുടെ ഫാമിലി അല്ലെങ്കിൽ സപ്പോർട്ടീവ് അല്ലാത്തവരുടെ ഫാമിലിയുടെ ഇഷ്യൂസ് കാരണം നിങ്ങളും നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധ തിരിച്ചിട്ടുണ്ടാവാം. ഒരുപാട് നിങ്ങൾ സഹിച്ചു, ക്ഷമിച്ചു എന്ന് തന്നെ കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്, പുറമേ ആരോടും അത് തുറന്ന് കാട്ടാതെ. പക്ഷേ നിങ്ങളെ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ കാണിച്ചിരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും വിട്ടുകൊടുക്കില്ല, സ്നേഹിക്കുന്നു. അതിനുള്ള ഉറച്ച വിശ്വാസമുണ്ട് ഈ ബന്ധം പോവില്ല എന്നുള്ളത്. പക്ഷെ അവർക്ക് ഭയമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ളൊരു വിഷമം അവരിൽ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സിന് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് ഈ ഒരു റിലേഷനകത്ത്? അപ്പം അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷനകത്ത് എന്ന് വെച്ചാൽ ഒരു അകൽച്ച, നിങ്ങളെ അവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഫാമിലി മെമ്പേഴ്സിന് എനിക്ക് കാണുന്നത്. 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് സ്നേഹം വെച്ച് നീട്ടിയാലും അവരത് നിഷേധിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് അത് കാണുന്നത്. അവരുടെ ഒരു ഇപ്പോഴത്തെ സാഹചര്യം കാണുന്നത്, അവർക്ക് നിങ്ങളെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നിങ്ങളെ വേണ്ട, നിങ്ങളെ മാറ്റി നിർത്തണം. അതിലവർ നിഷേധാത്മകമായിട്ടുള്ള രീതിയിൽ തന്നെ കഴിഞ്ഞ ആ ഒരു സംഭവത്തിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കുകയാണ് ഇവരുടെ ഫാമിലി. ഈ നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നുള്ളൊരു ഫാമിലിയാണ്. അങ്ങനെ ചിലവരുടെ എനർജിയാണ് എനിക്കിവിടെ കാണുന്നത്. ഒരു പക്ഷേ ഒരു മാരേജ് ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് സ്വന്തം ഫാമിലി തന്നെ എതിര് നിൽക്കുന്ന ചിലവരുടെ എനർജി ആയിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലപ്പം ഒരു മറ്റു വ്യക്തികൾ അല്ലെ മറ്റു ബന്ധങ്ങളാവാൻ വഴിയില്ല. ഈ ഫാമിലി മെമ്പേഴ്സ് തന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത ചില സാഹചര്യങ്ങളുണ്ടല്ലോ. എനിക്ക് അങ്ങനെ ചിലവരുടെ എനർജി ആയിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എത്രയൊക്കെ അവരെ സ്നേഹിക്കാനും തൃപ്തിപ്പെടുത്താനും ഒക്കെ നോക്കിയിട്ടുണ്ട്, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം നിങ്ങൾ നോക്കിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് നിങ്ങളെ എങ്ങനെയെങ്കിലും നിങ്ങളെ ഇതിനകത്തുനിന്ന് വെളിയിൽ കടത്തണം, അല്ലെ നിങ്ങളെ ഇതിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. നിങ്ങൾ സ്നേഹം എത്ര വെച്ച് നീട്ടിയാലും അതൊന്നും തൃപ്തിയല്ല, അത് നേരെ വിപരീതമായിട്ടാണ് അവർ കാണിക്കുന്നതും എടുക്കുന്നതും. അപ്പം അവർ കഴിഞ്ഞ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പിടിച്ചിട്ടാണെങ്കിൽ ആ ഒരു ഇതിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവർക്കൊരു തെല്ലും മനസാക്ഷി ഇല്ലാത്ത രീതിയിൽ തന്നെ ഇരിക്കുകയാണ് എന്നുള്ളതാണ് പിന്നെ എനിക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു സാഹചര്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് നിങ്ങളുടെ വ്യക്തിക്കിപ്പോൾ ക്ലാരിറ്റി വന്നിട്ടുണ്ട്, ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻ അവർ വേണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതേപോലെ ഏസ് ഓഫ് വാൺസ് പറയുന്നത് അവർ ആവേശമായിട്ട് ഇതിന് ഈ വീട്ടുകാർ, ഇവരുടെ ഒരു ഇടയ്ക്ക് നിൽക്കുന്ന തേർഡ് പേഴ്സൺ അവരുടെ ഫാമിലിയെ എതിർത്തുകൊണ്ട് തന്നെ നിങ്ങളിലോട്ട് വരാനായിട്ടുള്ളൊരു തീരുമാനം അവർ മനസ്സുകൊണ്ട് എടുത്തു കഴിഞ്ഞു. ഏസ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ മനസ്സിലൊരു ആശയം ഉടലെടുത്തു എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഏസ് ഓഫ് സോൾസും വരുന്നത്. ഇത് വാൺസ് ആണ്, ഫയർ എലമെൻ്റ് ആണ്, ആവേശകരമായിട്ടുള്ളൊരു തീരുമാനമാണെന്നുണ്ടെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ളൊരു ക്ലാരിറ്റിയും അവർക്ക് വന്നിട്ടുണ്ട്. കാരണം അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് തൻ്റെ വ്യക്തിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതെന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്കൊരിക്കലും നിങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല. അവർക്ക് അല്ലെങ്കിലും നിങ്ങളോട് തീവ്രമായിട്ട് എപ്പോഴും സ്നേഹം തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പ്രശ്നം വന്നിരുന്നാലും പരസ്പരം നിങ്ങൾ തമ്മിൽ ആ ഒരു ഡിവൈൻ കണക്ഷൻ തന്നെയാണ് ഒരിക്കലും. പക്ഷേ നിങ്ങൾ ഒരുപാട് തരണം ചെയ്തു ഈ ഒരു റിലേഷൻ കൊണ്ട്.
ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഈ ഒരു ഫാമിലിയിൽ നിന്ന് അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളത് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് അത് സെൽഫ് ലവ് ചെയ്ത് സ്വന്തം കാര്യത്തിൽ മുൻഗണന കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചു. കാരണം ഇനി ഇതിനകത്ത് നിന്ന് ഫൈറ്റ് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല, ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു എന്നുള്ളൊരു രീതിയിൽ താൽക്കാലികമായിട്ടെങ്കിലും നിങ്ങൾ മാറി നിൽക്കുന്നത് അവരെ ദുഃഖത്തിൽ ആഴ്ത്തുന്നുണ്ടെങ്കിലും തീർച്ചയായും ഇതൊരു തിരിച്ചുവരവ്, അവർ ആവേശകരമായിട്ടുള്ളൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. ഈ ഒരു റിലേഷനകത്ത് ഒരു തീരുമാനമെടുത്ത് ഒരു പക്ഷേ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഈ ഒരു റിലേഷൻ കൊണ്ടുപോകണം എന്നുള്ള നിങ്ങളുടെ ഇഷ്ടത്തിന് മുൻതൂക്കം നൽകി കൊണ്ടുപോകണം എന്ന് തന്നെ ഒരു തീരുമാനം അവർ മനസ്സിലെടുത്തിട്ടുണ്ട്. ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അത് പ്രാവർത്തികമാക്കും. ഏസ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ആശയം മനസ്സിനകത്ത് ഉദിച്ചു എന്നുള്ളതാണ്. അവർ തീർച്ചയായും അത് പ്രാവർത്തികമാക്കും എന്ന് തന്നെ കാണുന്നുണ്ട്. അതാണ് ഏസ് ഓഫ് വാൺസ് പറയുന്നത്. തീർച്ചയായും എനിക്ക് 4 ഓഫ് വാൺസ് പറയുന്നത് തീർച്ചയായും പഴയതുപോലുള്ള ഒരു സന്തോഷവും ഒരു റീയൂണിയനും നിങ്ങൾ ആ ഒരു സന്തോഷം തിരിച്ച് അവർ നൽകും എന്ന് തന്നെയാണ് എനിക്കിതിനകത്ത് കാണുന്നത്. ദ വേൾഡ് കാർഡും വീണ്ടും എനിക്ക് മേജർ ആർക്കാന കാർഡാണ്. നിങ്ങളുടെ ഈ ഒരു വിഷമകാലം എൻഡിങ് ആവാനുള്ള ഒരു സർക്കിൾ, ഒരു കംപ്ലീറ്റ് ഒരു ഫുൾഫിൽമെൻ്റായി ഒരു കംപ്ലീഷൻ അതൊക്കെയാണ്. കാരണം നിങ്ങളുടെ ആ ഒരു ദുഃഖ സമയത്തിനുള്ളൊരു എൻഡിങ് ആവാറായി. അതായിരിക്കാം ഇത്രയും സെപ്പറേഷനും ഇത്രയും ഒരു വിഷമഘട്ടം കൂടി നിൽക്കുന്നത്. അത് ഏറ്റവും നല്ലതിലോട്ട് പോകാനാണ്, മികച്ചതിലോട്ട് പോകാനാണെന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായും എല്ലാം ഒരു റീയൂണിയനിലോട്ട് വരും. അതിനുള്ളൊരു ആശയം അവരെടുത്തിട്ടുണ്ട്. തൻ്റെ വ്യക്തിക്ക് മുൻതൂക്കം നൽകണം, ഇനി അവരുടെ വാക്കുകൾക്ക് പ്രയോറിറ്റി നൽകണം എന്നുള്ളൊരു തീരുമാനം, ഉറച്ച തീരുമാനം അവരെടുത്തിട്ടുണ്ട് എന്ന് തന്നെ യൂണിവേഴ്സ് എനിക്ക് കാണിച്ചു തരുന്നത്. തീർച്ചയായും ഒരു റീയൂണിയൻ ഉള്ളൊരു സമയമായിട്ടുണ്ട്. അങ്ങനെ ഇത് എനിക്ക് കൂടുതലും ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് കണക്റ്റ് ആവുന്ന എനർജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബ ജീവിതത്തിനകത്ത് തന്നെ ഫാമിലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ചിലവരുടെ ഒരു എനർജിയാണ്. എന്നുവെച്ചാൽ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാത്ത ചില ആൾക്കാരുണ്ടല്ലോ, ഭാര്യയും ഭർത്താവും തമ്മിലും അല്ലെങ്കിൽ എന്താ പറയുക, ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഇപ്പം കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്ത പേരൻസ്, അങ്ങനെയൊക്കെ പരസ്പരം സ്നേഹിക്കുന്നവരെ അകറ്റി മാറ്റാനായിട്ട് നിൽക്കുന്ന ചിലരുടെ എനർജി, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലോട്ട് കടന്നു കഴിഞ്ഞാൽ അവരെ പരസ്പരം ജീവിക്കാൻ സമ്മതിക്കാതെ പരസ്പരം അകറ്റാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ അകറ്റാൻ നോക്കുന്ന ചിലവരുടെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് പേരുടെ എനർജിയാണ്. എല്ലാവർക്കും കണക്റ്റ് ആവണമെന്നില്ല. നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങളിത് എടുത്താൽ മതി. ഫോഴ്സ്ഫുള്ളി ഒന്നും നമ്മളിലേക്ക് വലിച്ചടിപ്പിക്കാനായിട്ടും നിർബന്ധിതമായിട്ട് ഇത് എൻ്റെയാണ് എന്ന് കാണാനായിട്ടും ഞാൻ ആവശ്യപ്പെടുന്നില്ല. അങ്ങനെ പല മെസ്സേജുകളും കാണുന്നുണ്ട്. ഒരിക്കലും നിങ്ങളുടെ ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, നിങ്ങളുടെ റിലേഷനുമായിട്ട് കണക്റ്റ് ആവുകയാണെങ്കിൽ പോസിറ്റിവിറ്റി നിങ്ങൾ എടുക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഇതൊരു ജനറൽ റീഡിങ് മാത്രമാണ്. ഓക്കെ, പേഴ്സണലായിട്ട് റീഡിങ് എടുത്താൽ മാത്രമേ നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ ഇതിലും വ്യക്തത നിങ്ങൾക്ക് വരികയും ഇത് നിങ്ങൾക്ക് കണക്റ്റ് ആവുകയാണെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കുമ്പോൾ തീർച്ചയായും അത് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് അതുവഴി ലഭിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക് യു.